ഹലോ, ഞാൻ നിങ്ങളുടെ അമ്മു. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. തീരെ വളച്ചിട്ടില്ലാണ്ട് നമുക്ക് കഥയിലേക്ക് അങ്ങ് പോവാം. കണ്ണൂരാണ് സ്ഥലം. ഞാൻ ബാംഗ്ലൂരിൽ ഒരു ജർമ്മൻ കമ്പനിയായ സീമെൻസിലെ L3 ലെവൽ IT സപ്പോർട്ടറായി ജോലി ചെയ്യുന്നു. വീക്കെൻഡ് 2 ദിവസം ലീവ് ഉള്ളത് കൊണ്ട് ഞാൻ മിക്കവാറും എല്ലാ ശനിയും ഞായറും നാട്ടിലുണ്ടാവാറുണ്ട്. തിങ്കളാഴ്ച തിരിച്ച് ഡ്യൂട്ടിക്ക് കയറാനുള്ള വിധത്തിൽ വരും. പക്ഷേ ഈ തവണ, അതായത് കഴിഞ്ഞ ആഴ്ച, എനിക്ക് ശനിയാഴ്ച രാത്രി തന്നെ തിരിച്ച് ബാംഗ്ലൂർക്ക് വരേണ്ടി വന്നു. എന്താണെന്നറിയോ? വഴിയെ പറയാം. ഞാൻ സ്ഥിരം വരാറുള്ള ബസ്സിലെ പരിചയക്കാരനായ ഡ്രൈവർ ചേട്ടനെ കൊണ്ട് എനിക്കൊരു സീറ്റ് തരപ്പെടുത്തി വെച്ചിരുന്നു. ഓൺലൈനിൽ ചെയ്യുന്നതിനേക്കാൾ പുള്ളിയെ വിളിക്കുന്നത് കൊണ്ട് എനിക്ക് ഉപകാരങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. നല്ല ചിക്സൊക്കെയുള്ള ഒറ്റയ്ക്ക് പോകുന്നവരുണ്ടെങ്കിൽ പുള്ളി അവരുടെ തൊട്ടടുത്ത സീറ്റൊക്കെ എനിക്ക് തരപ്പെടുത്തി തരും. പകരം ഞാൻ പുള്ളിക്ക് ഇടയ്ക്കൊക്കെ ഒരു കുപ്പി ഓഫർ ചെയ്യാറുണ്ട്. ഇത് ഞങ്ങൾക്കിടയിൽ മാത്രം രഹസ്യമായൊരു ഡീലാണ്. ആളുകളുടെ ക്യാരക്ടറൊക്കെ നോക്കി ഞാൻ അവരിൽ പലരെയും മുതലാക്കിയിട്ടുമുണ്ട്. പക്ഷേ സാഹചര്യം ഒത്തു വരുവാണെങ്കിലും വഴങ്ങുന്നവരുമാണെങ്കിലും മാത്രമാണ് കേട്ടോ. റിസ്ക് ഒരിക്കലും എടുക്കാറില്ല എന്ന് മാത്രമല്ല, അതിനോട് താല്പര്യവും ഇല്ല. ഡാ, ഇന്ന് ചിലപ്പോൾ നിനക്കൊരു കോളിന് ചാൻസ് ഉണ്ട്. 14 സ്ത്രീ ബുക്ക് ചെയ്തിട്ടുണ്ട്. 15 കാലിയാ. നിനക്കത് ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. ബസ്സിലെ ചേട്ടൻ എന്നെ വിളിച്ചു പറഞ്ഞു. ഏതെങ്കിലും മിനുങ്ങുന്നൊന്നായിരിക്കണേ. വേറൊരു ഡിമാൻഡും ഇല്ല. അവിടെ എത്തും വരെ ബോറടിപ്പിച്ചിരിക്കണ്ടല്ലോ. ഞാൻ മനസ്സിലോർത്തു. ഞാൻ കണ്ണൂർ ടൗണിൽ നിന്നായിരുന്നു ബസ്സിൽ കയറേണ്ടിയിരുന്നത്. 9:10 ബസ് എടുത്തു. എൻ്റെ സീറ്റിൻ്റെ തൊട്ടടുത്തിരിക്കേണ്ട സീറ്റിൽ അപ്പോഴും ആൾ കയറിയിട്ടുണ്ടായിരുന്നില്ല. ചിലപ്പോൾ കുറച്ചപ്പുറത്തുനിന്ന് എവിടെന്നെങ്കിലും കയറേണ്ടതായിരിക്കും. എങ്കിലും ഞാനൊരു സംശയത്തിന് ഡ്രൈവർ ചേട്ടനെ വിളിച്ചു. ഞാൻ ചോദിച്ചു, ആളെവിടെ? കാണുന്നില്ലല്ലോ. പോസ്റ്റ് ആവുമോ? ഏയ് ഇല്ലടാ, അവർ മട്ടന്നൂരിൽ നിന്ന് കയറേണ്ടതാ. പിന്നെ ചെറുപ്പക്കാരി പെമ്പിള്ളേരൊന്നും അല്ല, ഒരു സ്ത്രീയാണ്. ബുക്കിംഗ് ലിസ്റ്റിൽ 43 വയസ്സും കണ്ടത്. നിൻ്റെ ഭാഗ്യം പോലെ ഇരിക്കും. ചേട്ടൻ അതും പറഞ്ഞ് ഒരു ചിരിയും ചിരിച്ച് ഫോൺ കട്ട് ചെയ്തു. മട്ടന്നൂരിലേക്ക് ഒരു 30 കിലോമീറ്റർ കൂടിയുണ്ട്. എങ്ങനെ പോയാലും ഒരു 3/4 മണിക്കൂറാകും. പട്ടിണിയാക്കല്ലേ, ഞാൻ മനസ്സിൽ സ്വയം ആശങ്ക പറഞ്ഞു. കഴിഞ്ഞ ആഴ്ചയൊക്കെ നല്ല തിരക്കായതുകൊണ്ട് മര്യാദയ്ക്കൊന്ന് എന്താ പറയുക, സ്വന്തമായിട്ടാക്കാൻ പോലും സമയം കിട്ടിയിരുന്നില്ല. അതിൻ്റെ ഒരു അച്ചടക്കുറവ് അതിന് നല്ല രീതിയിലുണ്ട് താനും. ഞായറാഴ്ച അവധി ദിവസമായതിനാൽ ഇന്നത്തെ ബസ്സിൽ അത്ര വലിയ തിരക്കുമില്ല. മിക്കവാറും സീറ്റുകളൊക്കെ കാലിയായിരിക്കാനാണ് സാധ്യത. ഞാൻ ഫോണിൽ സ്ക്രോളിക്കൊണ്ട് അങ്ങനെ അലസമായി എൻ്റെ സീറ്റ് ചാരിക്കൊണ്ടിരുന്നു. AC-യുടെ തണുപ്പ് ബസ്സിനകം ആകെ തണുപ്പിച്ചു. വരുന്നതേ ഉള്ളൂ. ബസ് മട്ടന്നൂർ എത്താറായിരിക്കുന്നു. ഞാൻ ഫോണിലുള്ള ആ നോട്ടം വിട്ട് ക്യാബിൻ ഡോറിൻ്റെ അടുത്തേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഏറെക്കുറെ എൻ്റെ സീറ്റ് ബസ്സിൻ്റെ നടുവിലായിരുന്നതിനാൽ എൻ്റെ സീറ്റിനടുത്തേക്ക് വരേണ്ട ഇതിനെ മുഴുവനെ സ്കാൻ ചെയ്യാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഞാൻ. എന്താ പറയുക, അതിന് നല്ല ചാൻസ് എനിക്കുണ്ടായിരുന്നു. ഏറെ പ്രതീക്ഷയോടെ ഞാൻ അവർക്ക് വേണ്ടി കാത്തിരുന്നു. ബസ് നിർത്തിയപ്പോഴേക്കും 2-3 പേര് കയറി. 2 പുരുഷന്മാർ എൻ്റെ സീറ്റിന് മുൻ സീറ്റിൽ വന്നിരുന്നു. ഞാൻ കാത്തിരുന്ന ആ അജ്ഞാത സ്ത്രീ ഏറ്റവും അവസാനത്തിൽ കടന്നു വരുന്നത് ഞാൻ കണ്ടു. ആദ്യ കാഴ്ചയിൽ തന്നെ എൻ്റെ ടെൻഷൻ മാറിക്കിട്ടി. സുന്ദരിയായിട്ടൊരു ആൻറ്റി. കണ്ടാൽ നേരത്തെ ചേട്ടൻ പറഞ്ഞത്ര പ്രായമൊന്നും തോന്നുന്നില്ല. ഒരു കേരളീയ ഐശ്വര്യം നിറഞ്ഞു നിൽക്കുന്നൊരു ചേച്ചി. വൃത്തിയായി എടുത്ത സാരിയാണ് വേഷം. എങ്കിലും ആ അംഗലാവണ്യം എന്നെ ഏറെ ആകർഷിച്ചു. ചേച്ചി ഓരോ സീറ്റിൽ തിരഞ്ഞ് ചേച്ചിയുടെ സീറ്റ് നമ്പർ നോക്കി എൻ്റെ തൊട്ടടുത്ത സീറ്റിനടുത്ത് വന്ന് ഒരു പുഞ്ചിരിയോട് ചോദിച്ചു, ഏതാ എൻ്റെ സീറ്റ്, ഞാൻ ഇവിടെ ഇരുന്നോട്ടെ എന്ന്. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്, ചേച്ചി ഇരിക്കേണ്ട സീറ്റിൽ ഞാൻ എൻ്റെ ചെറിയ വാട്ടർ ബോട്ടിലും എൻ്റെ ഒരു കുഞ്ഞു ബാഗും വെച്ചിരുന്നു.
ഞാൻ സോറി എന്നും പറഞ്ഞുകൊണ്ട് അവ രണ്ടും എൻ്റെ സീറ്റിന് മുന്നിൽ ട്രെയിലേക്ക് മാറ്റി. ചേച്ചി ഒരു താങ്ക്സും പറഞ്ഞ് സീറ്റിലിരുന്നു. ഞങ്ങൾ ഒന്നും കൂടി പരസ്പരം നോക്കി പുഞ്ചിരിച്ചു. ചേച്ചിയിൽ നിന്നും ഉയർന്നു വന്ന് യാഡ്ലിയുടെ ഒരു ലൈറ്റ് പെർഫ്യൂമിൻ്റെ മണം എനിക്കേറെ ഇഷ്ടമായി. ആ ഒരു മൊത്തത്തിൽ എന്താ പറയുക, സീറ്റിലൊന്നും ഉൾക്കൊള്ളാനാകാത്തത്ര രീതം അങ്ങോട്ടും ഇങ്ങോട്ടും കിടപ്പുണ്ട്. എങ്ങനെയോ ഞങ്ങളങ്ങനെ ഇരിപ്പിടം പങ്കിട്ടു. കണ്ടിട്ട് ചേച്ചി അത്ര ജാടക്കാരായിട്ടൊന്നും തോന്നുന്നില്ല. ഞങ്ങൾക്കിടയിൽ ഒരു സംഭാഷണം ഉണ്ടാക്കാൻ വേണ്ടി എന്തെങ്കിലും വളിച്ച ചോദ്യങ്ങൾ ചോദിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഒടുവിൽ ഞാൻ പെർഫ്യൂമിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന് തീരുമാനിച്ചു. ചേച്ചി നൈസ് പെർഫ്യൂം കേട്ടോ. പ്രത്യേകം പറയാൻ കാരണം ഞാൻ എല്ലാ വീക്കിലും ഈ ബസ്സിൽ യാത്ര ചെയ്യുന്ന ആളാണ്. എനിക്ക് മിക്കവാറും തൊട്ടടുത്തിരിക്കുന്നവരുടെ പെർഫ്യൂമിൻ്റെ സ്മെല്ല് ഇഷ്ടപ്പെടാറില്ല. ചിലതൊക്കെ വല്ലാത്ത തലവേദന ഉണ്ടാക്കാറുണ്ട്. എന്തായാലും നൈസ് സ്മെല്ലായത്. ഞാൻ ചേച്ചിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ചേച്ചി ഒരാകർഷകമായ ചിരിയോടെ എന്നോട് നന്ദി പറഞ്ഞു. ഞാൻ ചോദിച്ചു, ഞാനല്ല നന്ദി പറയേണ്ടത്? താങ്ക് യു. അല്ല, ഒരു നല്ല വൈബ് തന്നേന്. ഏയ് അതിൻ്റെ കാര്യമൊന്നുമില്ല. എന്നാലും അങ്ങനെ പറഞ്ഞു കേട്ടതിൽ എനിക്കേറെ സന്തോഷമെന്ന് ചേച്ചി മറുപടിയും പറഞ്ഞു. വളരെ സൗമ്യമായും ഹൃദ്യമായുമുള്ള ചേച്ചിയുടെ സംസാര ശൈലി എനിക്ക് വേറെ ആകർഷണത്തിലോട്ടങ്ങ് എത്തിച്ചു എന്ന് വേണം പറയാൻ. പതുക്കെ ഞങ്ങളുടെ സംഭാഷണം വലിയ പോരില്ലാതെ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ ചേച്ചിക്ക് കോള് വന്നു. സീറ്റ് കിട്ടിയതിനെ പറ്റിയും നാളെ ഇറങ്ങേണ്ട സ്ഥലത്തെ പറ്റിയുള്ള ഏകദേശ ധാരണയൊക്കെയാണ് മറുതലയ്ക്കുള്ള ആൾ പറഞ്ഞു കൊടുക്കുന്നതിന് ഞാൻ ഊഹിച്ചു. ബാംഗ്ലൂർ ചേച്ചിക്ക് വലിയ പരിചയമില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ കൂടുതൽ ശ്രദ്ധിക്കാൻ മെനക്കെട്ടില്ല. കുറച്ചേരത്തെ സംഭാഷണത്തിനിടയിൽ ചേച്ചി ഫോൺ കട്ട് ചെയ്തു. അപ്പോഴേക്കും ബസ് ഇരുട്ടിക്കഴിഞ്ഞിരുന്നു. ഇനി ഇടയിൽ നിന്നും ആരും കയറാനുണ്ടാകില്ല. ബസ്സിനകം പൊതുവെ ശാന്തവും ഒട്ടും തിരക്കില്ലാത്തതുമായി. ഇനി ആരും കയറാനില്ലാത്തത് കൊണ്ട് തന്നെ ബസ്സിനകത്ത് പ്രധാന ലൈറ്റുകളൊക്കെ അണഞ്ഞു. ഒരു ഇരുണ്ട നേരിയ നീല വെളിച്ചം മാത്രം. ആ വെളിച്ചം യാത്രക്കാർക്കൊക്കെ കൂടുതൽ പ്രൈവസി നൽകുന്നത് പോലെ എനിക്ക് തോന്നി. വിൻഡോ സീറ്റായതിനാൽ ഞാൻ കർട്ടൻ ഇത്തിരി നീക്കിയിട്ട് പുറത്തെ ഇരുണ്ട കാഴ്ചകളിലേക്ക് എ സിയുടെ നേർത്തരക്കുള്ളിൽ അലക്ഷ്യമായി നോക്കിയിരുന്നു. ഒപ്പം എന്നോട് മുട്ടിയിരുമിരിക്കുന്ന അപരിചിതയായ ആ സ്ത്രീയുടെ സ്പർശന സുഖവും ഞാൻ ആസ്വദിച്ചു കൊണ്ട് അങ്ങനെ ഇരുന്നു. ബുദ്ധിമുട്ടില്ലെങ്കിൽ എനിക്കൊരു ഹെൽപ്പ് ചെയ്യാമോ? ചേച്ചിയുടെ ചോദ്യത്തിൽ ഞാൻ എൻ്റെ പുറം കാഴ്ചയിൽ നിന്നും എൻ്റെ കണ്ണുകളെ പിൻവലിച്ചു. ആ പറയൂ, എന്തു പറ്റി? ഞാൻ ചോദിച്ചു. എനിക്ക് എ സിയുടെ തണുപ്പ് അധികം പറ്റില്ല. ബുദ്ധിമുട്ടില്ലെങ്കിൽ ഞാൻ ആ വിൻഡോ സീറ്റിലിരുന്നോട്ടെ. ഓ അതിനെന്താ, നോ പ്രോബ്ലം. ഞങ്ങൾ പരസ്പരം സീറ്റുകൾ കൈമാറി. സത്യത്തിൽ ചേച്ചി ചോദിച്ചത് എനിക്ക് വേറെ ഗുണമാണ് ചെയ്യുന്നത്. ഇപ്പം ശരിക്കും ചേച്ചി ഒരു അറ്റത്തേക്ക് ഒതുങ്ങിയ പോലെ എനിക്ക് തോന്നി. അവസരം ഒത്തു വന്നാൽ എന്താ പറയുക, അന്ന് മൊത്തത്തിലാക്കാൻ ഇതാണ് സൗകര്യവും. സീറ്റ് മാറിക്കൊടുത്തതിൻ്റെ നന്ദി അറിയിച്ചുകൊണ്ട് ചേച്ചി ഒരു താങ്ക്സ് പറഞ്ഞു. അതൊന്നും കുഴപ്പമില്ലാന്ന് ഞാനും. തണുപ്പ് പ്രശ്നമാണോ? ഓ അതെ, എനിക്ക് തണുപ്പ് ഇത്തിരി മതി, തീരെ പറ്റില്ല. അപ്പോൾ പിന്നെ ബാംഗ്ലൂരിലെ തണുപ്പൊക്കെ ചേച്ചി എങ്ങനെ സഹിക്കും? സത്യത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ബാംഗ്ലൂർക്ക് പോകുന്നത്. മോളവിടെയാണ് ജോലി ചെയ്യുന്നത്. ഇന്നലെ ആൾ വണ്ടിയിൽ നിന്നും സ്ലിപ്പായി വീണു. കാലിന് ചെറിയ പരിക്കുണ്ട്. 2-3 ആഴ്ച എന്തായാലും റെസ്റ്റ് വേണമെന്ന് ഡോക്ടർ പറഞ്ഞേക്കുന്നേ. കാലിന് ഉളുക്കുണ്ടേ. എന്തായാലും 2 ആഴ്ച ജോലിക്ക് പോകാൻ പറ്റില്ല. നാട്ടിൽ വരാൻ പറഞ്ഞിട്ട് അവൾ കേൾക്കുന്നുമില്ല. അവിടെ ആകുമ്പോൾ അത്യാവശ്യം നോക്കാൻ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. നാട്ടിൽ വരുന്നതിലും ഭേദം അവിടെ തന്നെ ഇരിക്കുന്നതാ നല്ലതെന്നൊക്കെയാണ് അവൾ പറയുന്നത്. പക്ഷേ എനിക്ക് മനസ്സുറക്കുന്നില്ല അവളെ കാണാഞ്ഞിട്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് 2 ആഴ്ചത്തേക്ക് പോകാമെന്ന് വെച്ച്. ഓഹോ അങ്ങനെയല്ല. അപ്പോൾ ചേച്ചിക്ക് ബാംഗ്ലൂർ എവിടെയാണ് പോകേണ്ടത്? അവളുടെ ഫ്ലാറ്റിൻ്റെ സ്ഥലം എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. മടിവാള ഇറങ്ങാനാണ് പറഞ്ഞത്. അവിടെ അവളുടെ കൂട്ടുകാർ വന്നെന്നെ കൊണ്ടുപോത്രേ. അപ്പോൾ കുഴപ്പമില്ല, ഞാൻ അവിടെ തന്നെ ഇറങ്ങേണ്ടത്. ഞാൻ ഹെൽപ്പ് ചെയ്തോളാം. അറിയാത്ത സ്ഥലമല്ലേ. മകളുടെ കൂട്ടുകാരുടെ കയ്യിൽ ചേച്ചിയെ ഏൽപ്പിച്ചിട്ട് ഞാൻ പോകുള്ളൂ. ചേച്ചിക്കത് കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. സത്യത്തിൽ ഞാൻ ഇറങ്ങേണ്ട സ്ഥലം മാറിപ്പോകുമെന്നായിരുന്നു എൻ്റെ സംശയം. ഇപ്പോൾ അത് മാറിക്കിട്ടി. ഇനി പേടിക്കേണ്ടല്ലോ.
ഞങ്ങളുടെ സംഭാഷണങ്ങൾ ഓരോ കാര്യങ്ങളെ ചുറ്റിപ്പറ്റി നീണ്ടുകൊണ്ടേയിരുന്നു. ചേച്ചി എൻ്റെ സാന്നിധ്യം കൂടുതൽ ആസ്വദിക്കുന്നതായി എനിക്ക് മനസ്സിലായി. സംഭാഷണങ്ങൾ ഓരോന്നായി നീട്ടിപ്പരത്തി പറയുന്നില്ല, അതിൻ്റെ ആവശ്യമില്ലെന്ന് തോന്നുന്നു. ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുതൽ പരിചയപ്പെടുത്തിയും ഓരോന്ന് സംസാരിച്ചുകൊണ്ടേയിരുന്നു. ചേച്ചിയെക്കുറിച്ച് മനസ്സിലാക്കിയ ചുരുക്കം ഞാൻ പറയാം. ചേച്ചിക്ക് ഒരു മോളുള്ളത്. ഞാൻ പറഞ്ഞ പോലെ അവൾ ബാംഗ്ലൂരിൽ 2 വർഷമായി ജോലി ചെയ്ത് വരുന്നു. മകളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല. ചേച്ചി നാട്ടിലൊരു സ്കൂളിൽ ഹൈസ്കൂൾ അധ്യാപികയാണ്. ഭർത്താവ് 4 വർഷം മുമ്പ് മരിച്ചുപോയി. വീട്ടിലിപ്പോൾ ചേച്ചിയും അമ്മയും മാത്രമേ ഉള്ളൂ. ചേച്ചി ബാംഗ്ലൂരിൽ വന്നപ്പോൾ അമ്മയും ചേച്ചിയുടെ അനിയത്തിയുടെ വീട്ടിലാക്കിയിട്ടാണ് പോകുന്നത്. പെട്ടെന്നൊരു കടന്നുകയറ്റം ചേച്ചിയിലേക്ക് എനിക്ക് പറ്റിയില്ല. എന്തായാലും സാവകാശം എടുക്കുന്ന ഉറപ്പാണ്. അതിലെത്രത്തോളം വിജയിക്കുന്ന എനിക്കിപ്പോൾ യാതൊരു ഉറപ്പുമില്ല. ചേച്ചിയുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും വളരെ മാന്യതയുള്ള സ്ത്രീയായിട്ടാണ് എനിക്ക് തോന്നിയത്. എങ്കിലും ശ്രമിച്ചു നോക്കുന്നതിൽ തെറ്റില്ലല്ലോ അല്ലേ? വലിയ പൈസ ചിലവുമില്ല. അപ്പോൾ നമുക്ക് ശ്രമിച്ചു നോക്കാം അല്ലേ? സംസാരിക്കുന്നതിനിടയിൽ ഞാൻ ചേച്ചിയുടെ സൗന്ദര്യത്തെക്കുറിച്ച് ചേച്ചി അറിയാതെ തന്നെ ഇങ്ങനെ ആസ്വദിക്കുകയായിരുന്നു. നല്ല ഐശ്വര്യമുള്ള മുഖം, വിടർന്ന കണ്ണ്, നീളമുള്ള മൂക്ക്, ഒത്തിരി വലുതല്ലാത്ത കുഞ്ഞു കുഞ്ഞു ചുണ്ട്, ചായങ്ങളൊന്നും തേക്കാതെ അവയ്ക്ക് നല്ല രസമാണ് കാണാൻ. പിന്നെ നല്ല നീളം മുടിയൊക്കെയാണ്, നല്ല മെടഞ്ഞ് കെട്ടിയിട്ടുണ്ട്. അങ്ങനെ ചേച്ചീനെ വല്ലാണ്ട് വിവർണിക്കുന്നില്ല. കൂടുതലൊക്കെ വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടില്ലേ? അതൊക്കെ കേൾക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പൊക്കെ വന്നോളൂ കേട്ടോ. ലിങ്ക് ചോദിച്ചാൽ മതി, ഞാൻ ഇട്ടുതരാം. ബസ്സിലപ്പോൾ ഇപ്പം എന്താ പറയുക, ചുരുക്കം ആൾക്കാരേ ഉള്ളൂ. ആൻഡ് ചുരം ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി തിരിയുന്ന വളവുകളിൽ ബസ് ഇങ്ങനെ തിരിക്കുമ്പോൾ പരസ്പരം ഞങ്ങളുടെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ മുട്ടിയിരുമ്പുമായിരിക്കുന്നത് സ്വാഭാവികമാണല്ലോ. ചേച്ചിക്ക് നന്നായിട്ട് തണുക്കുണ്ടല്ലേ? ഞാൻ അങ്ങോട്ട് ചോദിച്ചു. ആ, തണുപ്പിപ്പോൾ കൂടി വരുന്ന പോലെ തോന്നുക. അവിടെത്തും വരെ സഹിക്കല്ലേ. ഇനി അങ്ങോട്ട് തണുപ്പ് എന്തായാലും കുറയില്ല. അവിടെ ചെന്നാലും ഇതൊക്കെ തന്നെ ആയിരിക്കും അവസ്ഥ. സാധാരണ ബസ്സിൽ ബ്ലാങ്കറ്റ് ഉണ്ടാകാറുള്ളതാ. ഇന്നെന്തോ സീറ്റിൽ കാണുന്നില്ല. ഞാൻ മുന്നിലെ ക്യാബിനിൽ പോയി ഡ്രൈവറോട് ചോദിക്കണോ? എനിക്ക് പരിചയമുള്ള ആളാണ്. ഞാൻ ചേച്ചിയോട് ചോദിച്ചു. വേണ്ട, ചോദിക്കണ്ട, സാരല്ല, അഡ്ജസ്റ്റ് ചെയ്യാം, കുഴപ്പമില്ല, ചേച്ചി പറഞ്ഞു. ബുദ്ധിമുട്ടില്ലെങ്കിൽ എൻ്റെ ബ്ലാങ്കറ്റ് ഉണ്ട്, നമുക്കത് ഷെയർ ചെയ്യാം എന്നും പറഞ്ഞ് സീറ്റിൽ ഞാൻ എഴുന്നേറ്റ് ടെക്സ്റ്റിൽ വെച്ചിരുന്ന് ആ ബാഗിൽ എൻ്റെ ഡബിൾ ബ്ലാങ്കറ്റ് എടുത്ത് ചേച്ചിക്ക് കൊടുത്തു. ഇഷ്ടക്കുറവില്ലെങ്കിൽ ഇത് ഉപയോഗിച്ചോളൂ. അപ്പോൾ ചേച്ചി, അപ്പോൾ നിനക്ക് വേണ്ടേ? അത് കുഴപ്പമില്ല ചേച്ചി, എനിക്ക് ശീലമായി തണുപ്പൊക്കെ. ചേച്ചി നന്നായിട്ട് പൊറിച്ചു. വല്ല ജലദോഷവും പണിയോ വരുത്താൻ നിൽക്കണ്ട, കാലാവസ്ഥ ശീലമില്ലാത്തതല്ലേ. ഞാൻ ഇത്തിരി നല്ല കുറേ മാന്യത കയ്യിൽ നിന്ന് ഇട്ടുകൊണ്ട് ചേച്ചിയുടെ മുന്നിൽ നല്ല വെള്ളം ചമഞ്ഞു. എങ്കിലും ചേച്ചിയോടൊപ്പം ഒരു ബ്ലാങ്കറ്റ് ഒരുമിച്ച് പങ്കിടാൻ എനിക്ക് വല്ലാതെ കൊതിയുണ്ടായിരുന്നു. ചേച്ചീൻ്റെ ബ്ലാങ്കറ്റ് വാങ്ങി കഴുത്തോളം പുതച്ചെന്നോട് പറഞ്ഞു, ഒത്തിരി നീളമുണ്ടല്ലോ ഇതിൻ്റെ നിന്ന്. ഒരു വശം എനിക്ക് നീട്ടി ചേച്ചി പറഞ്ഞു, ശീല എന്ന് പറഞ്ഞ് അസുഖം പിടിച്ച് വരുത്തണ്ട, അവിടെ തന്നെയല്ലേ താമസിക്കുന്നത്. ഞങ്ങളെ നന്നായിട്ട് പരിചയപ്പെട്ടിരുന്നു നേരത്തെ ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ എന്നെക്കുറിച്ച് ചേച്ചിയോട് ഞാൻ വിശദമായിട്ട് പറഞ്ഞിരുന്നു. വയ്യാണ്ടായ ആരുണ്ടാകില്ലല്ലോ നോക്കാൻ അവിടെ. മര്യാദയ്ക്ക് ഇത് വാങ്ങി പുറക്കി. അത് കേട്ടപ്പോൾ സ്വാതന്ത്ര്യത്തോടെയും അധികാരത്തോടെയും ചേച്ചി പറഞ്ഞ പോലെ എനിക്കെന്ന് തോന്നി. കാര്യങ്ങൾ ഏറെക്കുറെ ഉദ്ദേശിച്ച രീതിയിൽ നടക്കുമെന്ന് മനസ്സ് പറയാൻ തുടങ്ങി. പുതപ്പിൻ്റെ ഒരറ്റം വാങ്ങി ഞാനും ആ ബ്ലാങ്കറ്റിനകത്ത് കയറിപ്പറ്റി. സത്യത്തിൽ ബ്ലാങ്കറ്റ് പുറച്ചപ്പോഴാണ് സത്യം മനസ്സിലായത്. എന്തായിരിക്കും ആ സത്യം? AC-യുടെ തണുപ്പിൽ തമ്മിൽ ചേർന്നിങ്ങനെ കൂട്ടിയിരുന്നുണ്ടായിരുന്നെങ്കിലും ബ്ലാങ്കറ്റിനകത്ത് കയറിയപ്പോഴാണ് ആ ഒരു ചൂട് എൻ്റെ ശരീരത്തിലേക്ക് ഇങ്ങനെ പാസ്സായത്. എന്താ ചേച്ചിക്കും അങ്ങനെ ആയിരിക്കുമെന്ന് ഞാൻ ഊഹിച്ചു.
ബസ്സിൻ്റെ വളവിലും തിരിവിലുമുള്ള ആ ഞരക്കത്തിൽ ഞാൻ ചേച്ചിയുടെ അടുത്തേക്ക് അറിയാത്ത വണ്ണം കൂടുതൽ ചേർന്നിരുന്നു. എൻ്റേതാണെങ്കിൽ ഇങ്ങനെ തൂക്കിന്ന് വെട്ടിവെക്കാൻ റെഡിയായിട്ട് നിൽക്കുന്ന ഒരു സെറ്റപ്പില്ലേ, ആ അവസ്ഥയായിരുന്നു വേണം പറയാൻ. അതിൻ്റെ സൂചനകളൊക്കെ അതും തന്നു തുടങ്ങി. പതുക്കെ പതുക്കെ അതിങ്ങനെ കിടന്ന് മുക്കാനും മൂടാനും തുടങ്ങി. ഭയങ്കര വിമിഷ്ടം. ഞാൻ കൈ കൊണ്ട് പതിയെ ഇതാക്കി. അത് നല്ല രീതിക്ക് സെറ്റായിട്ട് നിൽപ്പുണ്ടായിരുന്നു. എത്രത്തോളമായത് അളന്ന് നോക്കാൻ ശരിക്കും പറ്റില്ലെങ്കിലും നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ അല്ലേ. കുറച്ചും കൂടി ഒന്ന് സെറ്റാവാനുണ്ട്. പക്ഷേ അതിന് ഇനിയും കൂടുതൽ ചേച്ചിയുടെ ചൂട് എനിക്ക് വേണം. ചേച്ചിക്ക് ഉറക്കം വരുന്നെങ്കിൽ ഉറങ്ങിക്കോളൂ കേട്ടോ, ഞാൻ പറഞ്ഞു. ഓ, ഈ തണുപ്പത്തിന് ഉറക്കം പെട്ടെന്ന് വരുമോ എന്നൊന്നും എനിക്കറിയില്ല, നോക്കട്ടെ, ചേച്ചി പറഞ്ഞു. ഒരു 10 മിനിറ്റിനകം തന്നെ ചേച്ചിയുടെ കണ്ണുകൾ ഉറക്കത്തിലേക്ക് ലയിച്ചു. അതോടൊപ്പം തന്നെ ചേച്ചി ഇപ്പോൾ എൻ്റെ തോളിൽ തലചായ്ച്ച് കിടക്കുന്നത്. ആ കിടപ്പ് കൂടിയായപ്പോൾ ലവൻ നന്നായിട്ടങ്ങ് സെറ്റായി. ചുറ്റുപാടൊന്ന് എത്തി നോക്കി സേഫാന്ന് ഉറപ്പ് വരുത്തി ഞാൻ എൻ്റെ കൈയെടുത്ത് പതിയെ ആ കാലുമ്മ ഒന്ന് ഇതാക്കി. ചേച്ചി ഉറങ്ങിയിട്ടില്ലാന്ന് എനിക്ക് മനസ്സിലായി. ചേച്ചിക്ക് എതിർപ്പൊന്നും ഇല്ലാത്തത് കണ്ട് ഞാൻ എൻ്റെ പരിപാടി ഉണ്ടെങ്കിൽ തുടർന്നു. എന്താ പറയുക, അങ്ങനെ ഒന്ന് ഇതാക്കാൻ നല്ല രസമുണ്ടായിരുന്നു. ബ്ലാങ്കറ്റിനകത്ത് വെച്ച് ഞാൻ എൻ്റെ അതങ്ങെടുത്ത് ഇതാക്കി. ബ്ലാങ്കറ്റ് ഉള്ളത് കാരണം അതിങ്ങനെ പുറത്തോട്ടാകുന്നത് ആർക്കും മനസ്സിലാകത്തുമില്ലല്ലോ. പിന്നെ ആ ബസ്സിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടാവുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. ശരിക്കും നല്ല രീതിക്ക് സംഭവിച്ചു എന്ന് വേണം പറയാൻ. ഇതിൻ്റെ എന്നല്ല, ഇനി ഉള്ളത് നല്ല പച്ചയ്ക്കുള്ളതാണ്. അപ്പോൾ അത് കേൾക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ നമ്മുടെ ഗ്രൂപ്പിലിട്ടേക്കാം. ലിങ്ക് ചോദിച്ചിട്ട് അവിടേക്ക് വന്നോളൂ കേട്ടോ. ലിങ്ക് ഞാൻ അല്ലെങ്കിൽ പിൻ ചെയ്തേക്കാം, ജോയിൻ ചെയ്താൽ മതി. പിന്നെ എന്താ, കഥകളുടെ അഭിപ്രായം അറിയിക്കാനും മറക്കണ്ട കേട്ടോ. അടുത്തൊരു കഥയായിട്ട് കാണുന്നവരെ ബൈ. അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിലേക്ക് വരുന്ന കാര്യം മറക്കണ്ട, വേഗം വന്നോളൂ. നമുക്ക് അവിടെ അങ്ങ് സന്തോഷമായിട്ട് കൂടാന്നേ.